ഹലോ ഗായ്സ്, ഇൻഷാ ട്രൂത്ത് ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാവോ? അരണയെക്കുറിച്ചാണ് കേട്ടോ. ഉരക ഉപഗോത്രത്തിൽ ഉൾപ്പെടുന്ന അരണകൾക്ക് 40ഓളം സ്പീഷീസുകളുണ്ട്. ദക്ഷിണേഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ ധാരാളമായി ഇവയെ കണ്ടുവരുന്നു. വിവിധ സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന അരണകൾക്ക് നിറത്തിലും രൂപത്തിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാം. കരയിൽ പാറകൾക്കിടയിലും മറ്റു പ്രകാശം കുറഞ്ഞ സ്ഥലങ്ങളിലുമാണ് ഇവയെ കാണപ്പെടുന്നത്. ചില അംഗങ്ങൾ ഭാഗികമായി ജലജീവികളാണ്. ഇനി ഇവയുടെ ശരീരപ്രകൃതി പറയാം. അരണകൾക്ക് നീണ്ട ശരീരവും കുറുകിയ കാലുമാണുള്ളത്. തന്മൂലം ഇവയെ ചിലപ്പോൾ പാമ്പുകളാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ശരീരം മിനുസവും തിളങ്ങുന്നതുമായ ചിതുമ്പലുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. തലയിലുള്ള ചിതുമ്പലുകൾ വിസ്താരം കൂടിയവയാണ്. പരന്ന തലയോട്ടിയും ശൂലം പോലുള്ള ഇവയുടെ നാവും ഇതിന്റെ പ്രധാന സവിശേഷതകളാണ്. നാവിൽ പല്ലുപോലുള്ള ശൽക്കങ്ങളുണ്ട് ഇവയ്ക്ക്. പുറത്ത് നെടുകെ ഒന്നും പാർശ്വഭാഗങ്ങളിൽ ഈ രണ്ടും വരകൾ കാണാം. ശരീരത്തിന്റെ ഉപരിഭാഗത്തിന് തവിട്ട് നിറമാണുള്ളത്. അടിവശം മഞ്ഞയോ വെള്ളയോ ആയിരിക്കും. അരണകൾ മുട്ടയിട്ടാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. കൂട്ടുകാർ, അരണ കടിച്ചാൽ ഉടനെ മരണം എന്ന് കേട്ടിട്ടില്ലേ? അതിലെ സത്യാവസ്ഥ നോക്കാം. ഈ ഒരു ചൊല്ല് വെറും അന്ധവിശ്വാസമാണ്. കാരണം അരണയ്ക്ക് വിഷഗ്രന്ഥികളോ വിഷപ്പല്ലുകളോ ഇല്ല. എന്നാൽ അരണയ്ക്ക് വിഷമുണ്ടെന്നും കടിക്കാൻ ചെല്ലുമ്പോഴേക്ക് അരണ അത് മറന്നിട്ടുണ്ടാകുമെന്നും ഒരു വിശ്വാസം പരന്നിട്ടുണ്ട്. ഈ സങ്കല്പത്തിന്റെ ഫലമായിട്ടാണ് ഓർമ്മക്കുറവുള്ള ആളുകളെ പരിഹസിക്കാനായിട്ട് അരണബുദ്ധി എന്ന് വിളിക്കുന്നത്. സർപ്പങ്ങളെ പോലെ തന്നെ അരണകളും ഒരു ഉരകവർഗമായതുകൊണ്ട് ഇതിന്റെ വായിലും മാണിക്യരത്നമുണ്ടെന്ന് ഒരു കാവ്യസങ്കല്പമുണ്ട്. അരണമാണിക്യം എന്ന പേരാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.